ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളിൻ്റെ അനുഗ്രഹദായകമായ പ്രാർത്ഥനാശംസകൾ. ഉത്ഥാന തിരുനാൾ ഒരു പുതിയ തുടക്കത്തിൻ്റെ അനുഭവമാണ് നമുക്കെല്ലാം നൽകുന്നത്. ഈശോയുടെ പീഡാനുഭവവും മരണവും അതുണ്ടാക്കിയ വലിയ നൊമ്പരവും വേദനയും ദുഃഖവും, ആ ഒരവസ്ഥയിൽ നിന്ന് ഉത്ഥാനം ചെയ്തവനെ കണ്ട ശിഷ്യന്മാർക്ക് പുതിയ ഒരു ജീവിതമാണ്. ഭയപ്പെട്ടിരുന്ന ഈശോയുടെ ശിഷ്യന്മാർ പുതിയ ഒരു വ്യക്തിത്വം ധരിക്കുകയാണ്. ഈശോയിൽ പുത്തനാക്കപ്പെടുകയാണ്. ഉത്തനെ കണ്ട അവർക്കെല്ലാം ലഭിച്ച അനുഗ്രഹം അതാണ്. ഇനി ഭയപ്പാടല്ല, മുന്നോട്ട് നയിക്കുന്നത് കർത്താവായ ഈശോയിലുള്ള അനുഗ്രഹദായകമായിട്ടുള്ള ശക്തിയാണ്. ഈശോയുടെ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയെക്കുറിച്ച് പറയാൻ തക്കവിധം ശിഷ്യന്മാരെല്ലാം ശക്തരായിട്ട് മാറി. ഉത്ഥാന തിരുനാൾ ഓരോ വിശ്വാസിയെ സംബന്ധിച്ച് പുതിയ ഒരു തുടക്കം. പഴയതെല്ലാം ഉടച്ചു വാർത്ത് പുതിയ ഒന്നായിട്ട് തീരുകയാണ്. ആ പുതിയത് എന്ന് പറയുന്നത് സ്വയം രൂപപ്പെടുത്തുന്ന ഒന്നല്ല, ഈശോയിൽ രൂപപ്പെടുത്തുന്ന ഒന്നാണ്. മാമോദിസായിലൂടെ ആരംഭിച്ച നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥവും വ്യാപ്തിയും എല്ലാം ലഭിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തുകയാണ്. ഉത്ഥാന തിരുനാളിൻ്റെ ഈശോയുടെ ഉയർപ്പിൻ്റെ ഫലമായിട്ട് നമുക്ക് ഉണ്ടാകുന്നൊരു അനുഭവമാണ്. ആ അനുഭവം നമ്മെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുക, നമ്മെ കൂടുതൽ ചൂടുപിടിപ്പിക്കുക, കൂടുതൽ ശക്തീകരിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ആകമാനം അനുഗ്രഹദായകമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മെയും നാം ആയിരിക്കുന്ന സമൂഹത്തെയും എല്ലാം നയിക്കുവാൻ തക്കവിധം വലിയ ഒരു കൃപയാണ് ഉത്ഥാന തിരുനാളിലൂടെ നമ്മളെല്ലാം കൈവരിക്കുന്നത്. ഉത്ഥാനം ചെയ്ത ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഈ സമാധാനത്തിൻ്റെ അർത്ഥം വളരെ ആഴമുള്ളതാണ്. ഈ സമാധാനത്തിലാണ് നമ്മുടെ എല്ലാം ജീവിതം. ഈ സമാധാനം നൽകുന്ന അനുഗ്രഹദായകമായ കൃപ, ആ കൃപയിൽ ക്രൈസ്തവ ജീവിതത്തെ ലോകത്തിന് മുമ്പിൽ പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണ് ഈശോ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായിട്ട് തീരാനായിട്ട് നമുക്ക് കഴിയുന്നത്. അതിന് ഉത്ഥാനം ചെയ്തവനെ കണ്ട ശിഷ്യന്മാർക്കെല്ലാം സാധിച്ചു. ഉത്ഥനെ കണ്ട നമ്മുടെയും ജീവിതത്തിൽ ഇത് പൂർണ്ണമായിട്ടും വാസ്തവമായിട്ട് ഭവിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം പുത്തനാക്കപ്പെടുകയാണ്. ഈശോയിൽ പുതിയൊരു സുവിശേഷാത്മകമായിട്ടുള്ള ഉത്ഥാനം ചെയ്തവനെ കണ്ട കണ്ണുകൾ നൽകുന്ന വെളിച്ചം ലോകത്തെ മുഴുവൻ ദൈവം കാണുന്ന പോലെ കാണാനും സർവ്വസൃഷ്ടിജാലങ്ങളെയും ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് തിരിച്ചറിയാനും കഴിയുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ആ ഒരു സമാധാനമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ആ സമാധാനം എന്നും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സ്നേഹം മാത്രമായിട്ടുള്ള ദൈവം സ്നേഹം മാത്രമായിട്ട് നമ്മുടെ മുമ്പാകെ അവതരിച്ചിരിക്കുകയാണ്. ഉത്ഥാനം ചെയ്ത ഈശോ സ്നേഹത്തിൻ്റെ അനുഭവമാണ് നമ്മെ പഠിപ്പിക്കുകയും ആ അനുഭവത്തിൽ നമ്മെ ജീവിപ്പിക്കുകയുമാണ്. അതുകൊണ്ടാണ് അവിടുന്ന് നൽകുന്ന ഈ ജീവൻ, ഇത് സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള ജീവനാണ്. എല്ലാവർക്കും പകർന്നു കൊടുക്കേണ്ട സ്നേഹത്തിൻ്റെ ചൂട് ഉത്ഥിതനായ ഈശോയിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടുകയാണ്. ഈ ഒരു അനുഭവത്തിൽ ലോകത്തെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ചൂടുപിടിപ്പിക്കാൻ ഉത്ഥാനം ചെയ്ത് ഈശോയെ കണ്ട ശിഷ്യന്മാർക്ക് തങ്ങളുടെ സുവിശേഷ പ്രഘോഷണത്തിലൂടെയും സാക്ഷ്യത്തിലൂടെയും സഹായിച്ചു. ഈശോയുടെ ശിഷ്യരായിട്ടുള്ള നമുക്കും ഈ ലോകത്തെ അതിൻ്റെ എല്ലാ തണുപ്പിൽ നിന്ന്
ചൂടുപിടിപ്പിക്കാൻ ഉത്ഥാന തിരുനാൾ നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളാം. ഈ ഉത്ഥാന തിരുനാളിനായിട്ട് കഴിഞ്ഞ 50 ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങി ധ്യാനിച്ച് വചനം കേട്ട് വചനത്തിൻ്റെ ഒരു വിചിന്തനം വഴിയായിട്ട് ഈ ദിവസത്തിനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയ എല്ലാ വിശ്വാസികളെയും പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയും അവർക്ക് ചിന്തകൾ നൽകി പരിപോഷിപ്പിച്ച എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ട് നമ്മുടെ എല്ലാം മേൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈസ്റ്റർ അനുഗ്രഹദായകമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെ ആകമാനം ദൈവത്തെങ്കിലേക്ക് ഉയർത്തുന്ന മഹത്തായ അനുഭവമായിട്ട് പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.